ജനാധിപത്യ ധ്വംസനത്തിന്റെ ആഘോഷമാണ് അയോധ്യയിൽ നടക്കുന്നതെന്ന് എഴുത്തുകാരി കെ.ആർ. മീര. രാമനെ താൻ ഒരിക്കലും ദൈവമായി കണ്ടിട്ടില്ലെന്നും രാമായണത്തിലെ ഒരു കഥാപാത്രമായി മാത്രമായാണ് കണ്ടതെന്നും കെ.ആർ. മീര കൂട്ടിച്ചേർത്തു. ചില വിഷയങ്ങൾ മനുഷ്യരിലേക്കിട്ടുതെന്ന് അതിന്റെ രണ്ടു വശങ്ങൾ പറയിപ്പിച്ച് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തന്ത്രമാണ് RSS സ്വീകരിക്കുന്നതെന്ന് കെ.ആർ. മീര പറഞ്ഞു. ഈ രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും ഇത്രമേൽ ചർച്ചാ വിഷയമാക്കുന്നത് വഴി ഇപ്പോഴും അവരതിന് തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് വാസ്തവം. അത് ജനാധിപത്യ വിശ്വാസികളായ ഈ സെക്കുലർ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ള മനുഷ്യർ അത് കാണാതെ പോകുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും ഇത് ചർച്ച ചെയ്യാതെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും നമ്മളെ തീരുമാനം എടുപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. വീണ്ടും നമ്മൾ ആ ട്രാപ്പിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. വിശ്വാസം എന്നതാണ് ആത്യന്തികമായ സത്യമെന്നും ഈ വിശ്വാസത്തെ നിർണ്ണയിക്കുന്നത് ഏതാനും ചിലരാണെന്നുള്ള വളരെ ആപൽക്കരമായ അവസ്ഥയെയാണ് ഇപ്പോൾ സമൂഹം സ്വയം പരിശീലിപ്പിക്കുന്നത്. എഴുത്തുകാരി എന്ന നിലയിൽ എല്ലാ എഴുത്തുകാരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ എഴുത്തുകാർക്കും ഇത് തന്നെയായിരിക്കും തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലിമിറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൗരത്വത്തിന് ഒട്ടും ഭൂഷണമല്ല. അത് രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും, രാജ്യത്തിൻ്റെ വികാസത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വാസികൾക്കിടയിലേക്ക് രാമൻ കടന്നുവന്നത് യാദർച്ഛികമല്ലെന്നും അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് താൻ പിന്നീടാണ് മനസ്സിലാക്കിയതെന്നും കെ.ആർ. മീര. ഞങ്ങളുടെ വീട്ടിൽ കൊല്ലം ജില്ലയിലെ ഭാഗങ്ങളിലൊക്കെ ഭാഗവതമാണ് വായിച്ചിരുന്നത്. മരിക്കുന്ന അവസരത്തിൽ പോലും ഭാഗവതമാണ്. ഈ അടുത്ത സമയത്ത് പോലും ഞാൻ അവിടെ പോയപ്പോൾ ഭാഗവത പാരായണമാണ് ഞാൻ കണ്ടത്. ഭാഗവത സപ്താഹങ്ങളായിരുന്നു നമ്മളുടെ വീട്ടിൽ പതിവുള്ളത്. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ നക്ഷത്രത്തിനൊക്കെ ഭാഗവതമാണ് വായിച്ചിരുന്നത്, രാമായണമല്ല. ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീടിനകത്തേക്ക് പൂജാമുറിയിലേക്ക് രാമൻ കടന്നു വന്നത് യാദൃച്ഛികമല്ല എന്നും അതിന് പിന്നിൽ ഒരു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നെന്നും ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. രാജ്യത്തിന് വരാൻ പോകുന്നത് കേവലം രണ്ടു മതങ്ങൾക്കിടയിലുള്ള സ്പർദ്ധയല്ല, മറിച്ച് ഹിന്ദു മതത്തിനകത്തുള്ള സ്പർദ്ധയായാണ് തോന്നുന്നതെന്നും കെ.ആർ. മീര കൂട്ടിച്ചേർത്തു. ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ, വൺ നേഷൻ എന്താണ് പിന്നെന്തൊക്കെയാണ് വൺ ഭാഷ, വൺ നേഷൻ വൺ ദൈവം എന്ന രീതിയിലേക്ക് വരികയാണ്. ഇതും വളരെ ഭീതി ഉണർത്തുന്നൊരു സംഗതിയാണ്. കാരണം ഇപ്പം തന്നെ അറിയാം, നമുക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ തെക്കല വടക്കല വിഭാഗങ്ങൾ തമ്മിൽ പൂജാരിമാർ തമ്മിൽ ശ്ലോകം ചൊല്ലുന്നതിനെ പറ്റി തർക്കമുണ്ടായി, അടിയുണ്ടായത്. അതിൻ്റെ വീഡിയോ കാണുമ്പോഴറിയാം. അപ്പോൾ വരാൻ പോകുന്ന ഒരു കാലത്തിൻ്റെ ഒരു നിമിത്തമായിട്ട്, അത് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് അതൊരു വലിയൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.